നല്ല പച്ചക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പുറത്തെ വീട്ടിലെ ഇത്ത തന്നതാണ്. അവര് വാഴ പൊട്ടി വീണിട്ട് അപ്പോൾ അതിനെ കൊണ്ട് നമുക്കിന്ന് വറവാക്കാം. ചള്ള് കായാണ്, മൂത്തിട്ടില്ല. അപ്പോൾ ചള്ള് കായ ഇട്ടിട്ട് വറുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒന്നിച്ച് ഒരു സാധനം കൂടി ഇട്ടാൽ ചള്ള് കായ തന്നെ വേണം. മൂത്ത കായിനേക്കാളും ചള്ള് കായാണ് കേട്ടാ അതിന് നല്ലത്. അപ്പോൾ ഞാൻ തോലെല്ലാം വലിച്ചെടുത്തിട്ട് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ടേ. അതിൻ്റെ കറയെല്ലാം പോയിട്ടാകുമ്പം കഴുകി വാരിയിടാം. എല്ലാം കഴുകി വാരിയിട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തിട്ടിട്ടാന്ന് വറുക്കുന്നതെന്നല്ലേ കണ്ടില്ലേ, ഇളമ്പൊക്കെയാണ് കേട്ടാ. നല്ല ഫ്രഷ് ഇളമ്പൊക്കെയാണ്. പ്രസാദേട്ടൻ പുഴയിൽ പോയിട്ട് വാരിക്കൊണ്ടുവന്നതാണ്. നല്ല വെള്ളമായതുകൊണ്ട് തന്നെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പോൾ അത് നല്ല വൃത്തിയായി കഴുകി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ലോണം പുഴുങ്ങിയിട്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലോണം പുഴുങ്ങിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ പുഴുങ്ങിയിട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇറച്ചി എടുക്കാം. ഒറ്റക്കേ ഇല്ലൂ, ഞാൻ പുറത്തിരുന്നിട്ടാണ് ഇറച്ചി എടുക്കുന്നത് കേട്ടാ. അപ്പോൾ ഒറ്റക്കന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഉറക്കം വരും. അതാണ് ഇളമ്പക്കിരിയൽ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പണിയാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കൂലപ്പാ. ആരെങ്കിലും ഒരാൾ വർത്താനം പറയാനുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു. അപ്പോൾ ഞാൻ ഇളമ്പക്കെല്ലാം ഇരിഞ്ഞെടുക്കുന്നുണ്ട്. ഉച്ചുള്ളിയെല്ലാം വേറെ തന്നെ ഒരു പാത്രത്തിലേക്കാണ് ഇടുന്നത് കേട്ടാ. അങ്ങനെ എൻ്റെ ഇളമ്പക്കിരിയൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് കായലൊന്നിച്ച് ഇടാം. ഇതാ ഞാൻ അതിൻ്റെ ഇളമ്പൊക്കെ പുഴുങ്ങിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കായയിൽ. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടാ. പിന്നെ അതിൻ്റെ ഒന്നിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇളമ്പൊക്കെ ഞാൻ തികച്ചെടുത്തിട്ടില്ല കേട്ടാ. കുറച്ച് നാളെ കട ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളെ കറിയാക്കാലോ. മുരിങ്ങാക്കായി എല്ലാം ഇട്ടിട്ട് കറിയാക്കാൻ നല്ലതാണ്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നേ. അപ്പോൾ നല്ല വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം ഇതിൻ്റെ ഒന്നിച്ച്, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പം നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതക്കട്ടെ. വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുന്നു കേട്ടാ. പിന്നെ തേങ്ങയും
കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. ഇളമ്പക്കയും കായും കൂടിയിട്ടില്ല വറവ്, ചള്ള് കായും കൂടിയിട്ടില്ലത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇളമ്പക്ക വറവായിട്ടുണ്ടേ, ഇളമ്പക്കയും കായും വറവായിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബായ്.